ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതൊറ്റ കാര്യം നിങ്ങൾ ചോദിച്ചാൽ മതി. ഒരു ചാറ്റോ വോയിസ് നോട്ടോ നിങ്ങൾക്ക് ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രം ചോദിച്ചാൽ മതി. അവർ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അങ്ങ് വിഴുങ്ങും. ഒരു അവിടെ പൈസ മാറ്റി വെച്ചിരുന്നു, ദിയ ഇടയ്ക്ക് പൈസ അവിടെ വന്നിട്ട് CCTV ഇല്ലാത്ത പ്രദേശത്ത് പൈസ കൊണ്ടുപോകുന്നൊക്കെയാണ് അവർ പറയുന്നത്. മനസ്സിലായില്ല. അവിടുന്ന് പൈസ അവരുടെ അക്കൗണ്ടിൽ നിന്ന് മാറ്റി വെച്ചിരുന്നു, CCTV ഇല്ലാത്ത പ്രദേശത്ത് വന്നിട്ട് ദിയ ആ പൈസ കൊണ്ടുപോകുമായിരുന്നു എന്നാണ് അവരുടെ ഒരു അലിഗേഷൻ. ഈ പൈസ മാറ്റി വെക്കണമെങ്കിൽ തന്നെ QR കോഡ് വഴിയല്ലേ അവരുടെ അക്കൗണ്ടിൽ എല്ലാം വരുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഫോണിലൂടെ നമുക്ക് QR കോഡിൽ വരുന്ന പൈസ എടുക്കാൻ പറ്റില്ലല്ലോ. ATM തന്നെ പോകണം അതിന്. അവർ ഏത് ATM-ലാണ് എല്ലാ ദിവസവും വൈകുന്നേരം പോയിക്കൊണ്ടിരുന്നതെന്നും അതിന്റെ CCTV ഫുട്ടേജും പ്ലസ് ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് ആ ATM-ൽ നിന്ന് വിഡ്രോ ചെയ്ത മിനി സ്റ്റേറ്റ്മെന്റ് വരുമല്ലോ. സ്റ്റേറ്റ്മെന്റിനകത്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് അതിനകത്തുണ്ടാവല്ലോ, ഇന്ന ദിവസം വൈകുന്നേരം ഇത്രയും വിഡ്രോ ചെയ്തു, അതും അവർ ഏത് ATM-ൽ പോയി എന്നുള്ളതിന്റെ CCTV ഫുട്ടേജും അത് അവർ പ്രൊഡ്യൂസ് ചെയ്യട്ടെ. അതിനുശേഷം ഞാൻ ഈ കുറ്റം ആരോപണം ഒക്കെ ഞാൻ ഏറ്റെടുക്കാം. ജാതീയമായി നിക്ഷേപിച്ചു എന്നുള്ള ആക്ഷേപം വരുന്നുണ്ട്. അത് ഈ ഉത്തരമുട്ടമ്പോൾ കൊണ്ടുവരില്ലേ, അതാണ് ഈ ജാതി കാർഡ്. എൻ്റെ ഫാമിലിക്കകത്ത് തന്നെ എൻ്റെ അച്ഛൻ നായർ, എൻ്റെ അമ്മ ഈഴവ, എൻ്റെ ഹസ്ബൻഡ് ബ്രാഹ്മൺ, എല്ലാം കൂടെ ചേർന്നൊരു മിക്സറായിട്ട് വരും ഞാനും എൻ്റെ ജനിക്കാൻ പോകുന്ന കൊച്ചും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജാതി എൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങുമല്ലേ അതിൻ്റെ ഒരു ഇത്. ജാതി മതം എന്നൊക്കെ പറയുന്ന ഒരാൾ ഇപ്പോൾ മേ ബി അവർക്ക് അവസാനം ഇനി ഒന്നും പറയാനില്ല ഈ കേസിനകത്ത്. എന്നാൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊരു ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അറ്റ്ലീസ്റ്റ് അവരുടെ ജാതിയിലുള്ളവർക്കൊരു വാശി കയറട്ടെ എന്ന് വെച്ചിട്ടായിരിക്കാം. ഞാൻ എൻ്റെ എല്ലാ ഫംഗ്ഷനും ഇവരെ വിളിക്കും, ഞാൻ ഇവരുടെ കൂടെ പോയി ഇരുന്ന് ഞാൻ പാക്ക് ചെയ്യും. ഞാൻ ഇവർക്ക് ബാത്റൂം കഴുകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ബാത്റൂം കഴുകും, ഞാൻ അവിടെ തുടയ്ക്കും, വൃത്തിയാക്കും, എല്ലാം ഞാൻ ചെയ്യും. അപ്പോൾ എനിക്ക് ജാതി പ്രശ്നം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇവരെ എൻ്റെ ഓഫീസിൽ പോലും ഞാൻ കേട്ടേണ്ട കാര്യം എനിക്കില്ലല്ലോ. എനിക്ക് പറയാമല്ലോ ഇന്ന ജാതിയിലെ ആളെ ഞാൻ അടുത്ത് വരില്ല, എൻ്റെ ഓഫീസിൽ കയറേണ്ടതെന്ന് എനിക്ക് പറയാമല്ലോ. പിന്നെ ഞാൻ അവരെന്തിനും റിക്രൂട്ട് ചെയ്തു, അത് അവിടെ തന്നെ അവരുടെ പോയിന്റ് വാലിഡ് അല്ലല്ലോ. അവർ പറഞ്ഞത് വാട്സ്ആപ്പ് ചാറ്റൊക്കെ നോക്കിയാൽ ഒരു അധികാരത്തിന്റെ സ്വരത്തിലാണ് എപ്പോഴും ദിയ സംസാരിച്ചിട്ടുള്ളത്, അല്ലാതെ ഒരു സൗഹൃദമില്ലെന്നാണ് അവർ പറയുന്നത്. അവർ ഈ പറയുന്ന ചാറ്റുകളില്ലേ, ചാറ്റ് എന്ന് പറയുന്നു, അവർ തപ്പിയെടുത്തിട്ട് വരാൻ പറഞ്ഞത് ഏത് ചാറ്റാന്നുള്ളത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ. പ്ലസ് ഇവർ എൻ്റെ തൊഴിലാളികളായിട്ട് നിൽക്കുന്നവരാണ്, എൻ്റെ ശമ്പളം പറ്റി നിൽക്കുന്നവരായിരുന്നു. ഞാൻ അഫ്കോഴ്സ് ഇവരുടെ ബോസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, കാരണം ഒരു കടയുടെ ഓണറാണ് ഞാൻ, ഇവർ എൻ്റെ ശമ്പളം പറ്റി നിൽക്കുന്നവരാണ്. ഒരിക്കലും സ്റ്റാഫും ഞാനും ഒന്നാണ് എന്ന് പറയാനും പറ്റത്തില്ല. പക്ഷേ എന്നിട്ട് പോലും ഇവരുടെ ഒന്നായിട്ടാണ് ഞാൻ നിന്നിട്ടുള്ളത്. എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ടല്ലോ സ്റ്റാഫിനെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തണം, എന്നിട്ട് പോലും ഞാൻ എൻ്റെ ഫാമിലി. ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ഞാൻ ആ സ്ഥാപനത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മോഷണം നടന്നു എന്നുള്ള രീതിയിലൊരു ആലിഗേഷൻ വരികയാണ്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ പറയുന്നു, എൻ്റെ എംപ്ലോയറെ ഞാൻ ഡോമിനേറ്റ് ചെയ്തിരുന്നു, എനിക്ക് റെസ്പെക്റ്റ് തന്നിരുന്നില്ല, എന്നെ ജാതിപരമായിട്ട് അധിക്ഷേപിച്ചു എന്നൊക്കെ പറയുകയാണെങ്കിൽ ഡു യു തിങ്ക് ദറ്റ് ഈസ് റിയലി റൈറ്റ്? അല്ല. കാരണം അങ്ങനെയുള്ള അലിഗേഷൻസ് ഉണ്ടെങ്കിൽ തന്നെ അത് നേരത്തെ പറയണമായിരുന്നു. ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ക്രൈം ചെയ്തു എന്ന് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇങ്ങനെയൊരു കമൻറ്റ് പറയുമ്പോൾ കേൾക്കുന്ന എല്ലാ ആളുകൾക്കും തന്നെ എന്താണ് ഫസ്റ്റ് സസ്പെക്ഷൻ വരുന്നത്? ഈ ഒരു ക്രൈം ഒളിക്കാൻ വേണ്ടിയിട്ട്, അത് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വേറൊരു ടോപ്പിക്കിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടാൻ നോക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പം ജാതീയമായിട്ട് അധിക്ഷേപിച്ചു അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്തു, അതിൻ്റെ അർത്ഥം ഉടനെ തന്നെ അവിടുന്ന് എന്തെങ്കിലും നമ്മൾ സാധനങ്ങൾ പൈസയോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നല്ല. പിന്നെ ഇൻകം ടാക്സിനെ വെട്ടിക്കാനായിട്ട് ഇങ്ങനെ എന്താ പറയുക, ദിയ കൃഷ്ണ പറഞ്ഞിട്ടാണ് അക്കൗണ്ടിലേക്ക് ഇട്ടുമെന്ന് പറഞ്ഞാൽ അത് അവരും തെറ്റുകാരാണ്. അങ്ങനെ ദിയ കൃഷ്ണയ്ക്ക് അവർ കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവരും തെറ്റുകാരാണ്. അപ്പം ഇതിൻ്റെ അകത്ത് വലിയ നമ്മുടെ കേരള പോലീസിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പല സിറ്റുവേഷൻസിലും പോലീസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാനും ഒരു ക്ലിനിക്കിൻ്റെ ഫൗണ്ടറാണ്. അപ്പോൾ ഇവിടെ ഫീസ് പലപ്പോഴും എന്താ പറയുക, എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് ഞാൻ എല്ലാവരെ കൊണ്ടും ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു സ്റ്റാഫ് ഡോക്ടറുടെ അക്കൗണ്ട് ഇപ്പോൾ ബ്ലോക്കായിട്ട് കിടക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നോളൂ എന്ന് ഇവിടുത്തെ റിസപ്ഷനിസ്റ്റോ ഇവിടുത്തെ ഏതെങ്കിലും മറ്റുള്ള സ്റ്റാഫ് പറയുകയാണെങ്കിൽ ദാറ്റ്സ് ഡെഫിനറ്റ്ലി റോങ്. ഒരു പാർലറിൽ പോയിട്ട് നമ്മുടെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന, ഇപ്പോൾ നമ്മളൊരു പാർലറിൽ പോയി അത് ഓണറുടെ അവിടെ ഒരു ഫോൺ പേയിലേക്ക് ചെയ്യേണ്ട എൻ്റെയിലേക്ക് ചെയ്ത് അത് ഡെഫിനറ്റ്ലി തെറ്റാണ്. അപ്പം അങ്ങനെയുള്ളൊരു കാര്യത്തിന് നമുക്ക് ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിലെന്താണെങ്കിലും കേസുമായിട്ട് മുന്നോട്ട് പോവുക, പോലീസ് അറസ്റ്റ് ചെയ്തിട്ട്. അല്ലാണ്ട് സ്ത്രീകളാണ് എന്താ പറയുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു തരത്തിലുള്ള എക്സെപ്ഷനും കൊടുക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ ഗായത്രി മേനൻ, ക്ലിനിക്കൽ സൈക്കോളജി.